എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴേ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. യെസ്. ഓക്കെ, ടോസ് ഇടുന്നു. ടൈല് ഹെഡ് ഫസ്റ്റ് കിഴി നിങ്ങളുടെ സ്വന്തം റഫു എടുക്കുന്നു. ഓക്കെ. ഫസ്റ്റ് കിഴി അനിമൽ. അപ്പോൾ അനിമൽ സിനിമ OTT റിലീസായിട്ടുണ്ടായിരുന്നു, നെറ്റ്ഫ്ലിക്സിലായിരുന്നു. യെസ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. നമുക്കറിയാം അന്നപൂരണി എന്ന് പറഞ്ഞ സിനിമ അവർ മാറ്റിയതാണ്. അതേപോലെ തന്നെ ഇതിന്റെ അവസ്ഥ നമുക്കറിയാം. അപ്പം അത്രയും ഭീകരമായിട്ടുള്ള സാധനമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് മാറ്റാൻ സാധ്യത കാണുന്നില്ല കേട്ടോ. മറ്റേത് മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുള്ളതുകൊണ്ട് അത് മാറ്റാൻ, അതുകൊണ്ടായിരിക്കും അവർ നിർബന്ധിതരായത്. ഇത് മാറ്റാൻ അത്രമാത്രം എത്ര പ്രഷർ വന്നാലും മാറ്റേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ മാറ്റാനുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ സിനിമ ഒന്നും ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. അതൊരു സത്യം. ഓക്കെ, എന്തായാലും ഇതിലേ അളിയാ തന്തക്കുളി കേട്ടിട്ടുണ്ടോ? നല്ല കിടല് തന്തക്കുളി. അതിനകത്ത് കണ്ടപ്പോ ഇഷ്ടം പോലെ കേട്ടതല്ലേ, ഇനി കേൾക്കണം. ഇത്രക്ക് തന്തക്ക് വിളിച്ചൊരു സിനിമ ആരാണ് അത് ചെയ്തത്? ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എൻ്റെ അമ്മോ. അതിന്റെ ഇടയിലെടുത്ത ഇറങ്ങിയിട്ടെന്നാലോ. അയ്യോ, അറിഞ്ഞ് വിളിച്ചതാട്ടത്, അറിഞ്ഞ് ഓരോരുത്തർക്കുള്ളത്. അവൻ്റെ അമ്മ അടുത്ത കിഴി എടുക്കാനുള്ള മൂഡ് പോയി എൻ്റെ അമ്മോ. അടുത്തത് ആടുജീവിതം. ആടുജീവിതം സിനിമയുടെ ബിഗിനിങ് ലുക്ക് ഇന്ന് 5 മണിക്ക് ദുൽഖർ സൽമാൻ റിവീൽ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു തടിച്ച ഒരു ലുക്കായിരിക്കാം. അതാണല്ലോ തുടക്കം. അടുത്തത് RC-17. RC-17 അതായത് നമ്മുടെ പുഷ്പ സംവിധായകൻ സുകുമാർ ഒരുക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ചരണം സുകുമാർ ഒരുമിക്കുന്ന സിനിമ. അപ്പം ഗെയിം ചേഞ്ചറിന് ശേഷം അല്ലേ? അല്ല, അതിനുശേഷം ഒരെണ്ണമുണ്ട് 16 അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് ഓർമ്മയില്ല. അതെ, സംവിധായകന്റെ പേര് മറന്നു. അടുത്തത് വിടുതലൈ പാർട്ട് 1 and 2. സിനിമ റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ, അതായത് ജനുവരി 31-നും നാളെയും പിന്നെ ഫെബ്രുവരി 3-നും ഷോ ഉണ്ട്, പ്രീമിയർ എന്ന് വിചാരിക്കുന്നു. അടുത്തത് മാജിക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. എന്താണ് ആ സംവിധായകന്റെ പേര്? ഗൗതം തിന്നാനൂരി. തിന്നാനൂരി എന്നല്ല, തിന്നാനൂരി എന്നാണ് ഞാൻ വായിക്കുന്നത്. തിന്നുന്ന കാര്യത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചത്. എന്നാ തീറ്റയാന്നറിയോ? അല്ല, അരിഞ്ഞാനോ പറയാം. മന്തിയെ കുറിച്ച് പറയരുത്. മന്തി എന്ന് പറഞ്ഞാൽ എന്നെ കഴിക്കുവാൻ. മന്തിയിലേക്ക് പറഞ്ഞാൽ പിന്നെ നമ്മളെ എന്റെ ഫേവറേറ്റ് ഫുഡ് തന്നെ കേട്ടോ മന്തി. സത്യമായിട്ടും ഞങ്ങള് രണ്ടുപേരും കൂടെ എന്റെ മോനെ തകർത്തിട്ടുണ്ട് ഒരു സമയത്ത്. ഇപ്പൊ കുറച്ച് ഡയറ്റില്ല, യെസ്. എന്നാലും കിട്ടിയാൽ തിന്നൊക്കെ ചെയ്യും. സോറി, കൺട്രോൾ ചെയ്താണല്ലോ അല്ലേ, മറന്നുപോയി. അപ്പോൾ നമുക്ക് കാട്ടിലേക്ക് വരാം. മാജിക് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു 4 കുട്ടികളുടെ കഥയാണ്. തമിഴിലും തെലുങ്കിലുമായിട്ട് ഒരുങ്ങുന്ന സിനിമയാണ്.
മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്. ഇനി ഗൗതം തിന്നാനൂരി എന്ന് പറയുന്ന ആളാണ് ജേഴ്സി എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശിവകാർത്തികേയൻ. സോറി, ശിവകാർത്തികേയൻ നാനി, പേര് മാറിപ്പോ. അത് മന്തിയിൽ ഓട്ടക്കി കിടക്കുന്നുണ്ടാ. ആ പച്ചമുളകും ആ മയണൈസും ഒരു ചിക്കൻ്റെ പീസും വേറല്ലേ നിർത്തിയിട്ട് പോയിട്ടൊന്നല്ല, നിർത്തൂല. തലൈവർ 171, തലൈവർ 171 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഏപ്രിൽ മാസം തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അബ്രോഡാണ് ഷൂട്ട് ലൊക്കേഷൻ ഒക്കെ ഉള്ളത്. ഓക്കെ. പിന്നെ റിലീസ് 2025 പ്ലാൻ ചെയ്യുന്നുണ്ട്. അനിരുദ്ധാണ് മ്യൂസിക്. സോണി സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, നീ എത്ര വലുത് ഇനി കൊണ്ടുവന്നാലും എനിക്ക് വിഷയമല്ല. തുടക്കത്തിൽ തന്നെ ഒരു തന്തക്കളി പേടിച്ചില്ല. അറിയാം, അതിൽ കൂടുതൽ ഇനി എന്ത്. ഓക്കെ, അടുത്ത കീഴ് AR റാം, ജിതിൻ ലാൽ. ഡയറക്ടർ ജിതിൻ ലാൽ, അതായത് AR റാം സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ആള് ഒരു ഏലിയൻ സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഏലിയൻ മൂവി. AR റാമിന്റെ ഒരു മേക്കിങ്ങിന്റെ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ട് ആൾക്ക് പറ്റും തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കഴിയും. എന്തായാലും AR റാം ഇപ്പോൾ വിജയിക്കേണ്ട 2 ഘടകങ്ങൾ. ഒന്ന് AR റാം വിജയിക്കണം, പിന്നെ ഒന്ന് ഈ ഏലിയൻ മൂവി കൂടി വിജയിക്കണം. സത്യം. അടുത്തത് 2 പാലേരി മാണിക്യം, ബില്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ബില്ല. ഈ 2 സിനിമകളും 4K റീ റിലീസിന് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ല, നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തത് മോനെ പുഷ്പ 2. പുഷ്പ ആണെ ഇച്ചിരി താടി എൻ്റെ കൂടെ എടുത്തോ, പുഷ്പ 2ന്റെ പുതിയൊരു പോസ്റ്റർ ഇവർ പങ്കുവച്ചിട്ടുണ്ട്. ഇനി 200 ദിവസം കൂടി. അപ്പോൾ ഓഗസ്റ്റ് 15 തന്നെയാണ് സിനിമ റിലീസിനെത്തുന്നത്. ഇത് ഇവർ പുറത്തുവിടാൻ കാരണമായത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? അതായത് ഭയങ്കരമായിട്ട് റൂമർ പോയിട്ടുണ്ടായിരുന്നു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റുന്നത്, ഏപ്രിലേക്കൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറ്റൂല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. എന്തായാലും അപ്പോൾ 200 ദിവസം കൂടി എനിക്ക് കാത്തിരിക്കണം. അടുത്തത് ബ്രഹ്മയുഗം സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ആൻ മെഗാ വീഡിയോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ബ്രഹ്മയുഗത്തിന് ട്രെയിലർ ഉണ്ടാവും. ഓക്കെ, ടീസറിൽ ഒതുങ്ങും എന്നുള്ള ഒരു റൂമറുകളും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒതുങ്ങൂല, ട്രെയിലർ ഉണ്ടാവും. ശരിക്കും വേണ്ടല്ലേ? അല്ല, ഉണ്ടാവുന്നത് നല്ലതാ. ട്രെയിലർ അല്ല, ടീസർ തന്നെ ഉണ്ടായിരുന്നു. 2-2.5 മിനിറ്റിന്റെ അടുത്തുണ്ടായിരുന്നു ടീസർ. ട്രെയിലർ വന്നു വരട്ടെ. ഓക്കെ, അടുത്ത കിഴി നോട്ടെ. മന്തി. അടുത്ത കിഴി മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ, അതായത് വാലിബനും ഭയങ്കര തീറ്റപ്രിയനാട്ടോ. ഭക്ഷണം എന്ന് പറഞ്ഞ മന്തി അല്ലേ, കുഴിമന്തി. എന്തായാലും ലാലേട്ടന് ആ കാര്യത്തിൽ എന്തായാലും മെച്ചമായിട്ടുണ്ട് അല്ലേ, നന്നായിട്ട്. ചോറ്, അതും മട്ടൻ പൊരിച്ചു വെച്ചതും കോഴി പൊരിച്ചതും ഭീകരം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ 4ാമത്തെ ദിവസത്തെ കളക്ഷൻ റൂമേഴ്സ് പ്രകാരം 1,27 CR ആണെന്നുള്ളതാണ് കേട്ടറിവ്. 1,27 CR മനസ്സിലായില്ല. സോറി, 1,00,00,000 അല്ല, 1.27 CR. മന്തി അതാണ് ഇപ്പൊ തെറ്റാനുള്ള കാരണം. അത് തന്നെയാണ്. അതല്ല, ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ ദേഹത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ തളച്ചിടുന്നൊരു സംഭവമാണ് മന്തി. അത് കൊള്ളാം. ഏതാണെങ്കിലും ടോട്ടൽ 4 ദിവസത്തെ കളക്ഷൻ 11.12 CR കേരള. ഓക്കെ, കേൾക്കുന്നു കേട്ടോ. കൺഫേം അല്ലേ, കേരള മാത്രമാണ്. ഓവർസീസ് അല്ലേ, വേൾഡ് വൈഡ് അത്ര കഴിയുമ്പോൾ അങ്ങനെ കുറഞ്ഞു വരികയാണ്. അടുത്തത് ലാലേട്ടൻ നെക്സ്റ്റ് മൂവി, അതായത് നമ്മുടെ പടവെട്ടിന്റെ സംവിധായകനല്ലേ ലിജു കൃഷ്ണയ്ക്ക് ഡേറ്റ്, അതായത് ലിജു കൃഷ്ണയ്ക്ക് ഡേറ്റ് കൊടുക്കും എന്നുള്ള റൂമറുകൾ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ.
ആളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള സ്റ്റോറി ഉണ്ടാവായിരിക്കാം. അതെ, എന്തായാലും റൂമറാണ്, കൺഫേം അല്ല. മന്തി നിനക്ക് ഞാൻ ഉണ്ടാക്കി തന്നാ മതിയോ? വേണ്ട, അവിടെ ഒരു കോഴി ഇപ്പൊ പണി ആ കോഴീനെ നമുക്ക് വേണമെങ്കിൽ തട്ടിക്കൊണ്ടുപോകാം അങ്ങോട്ട്. ഓക്കെ, നിർത്തി പിടിക്കാം അല്ലേ? അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ കൊടുക്കാം, ഫുൾ മസാല ഒക്കെ ഇട്ട് സാധനം സെറ്റാക്കി കൊണ്ട് തരാം. ഇല്ല അതിന് കൊടുക്കൂല, തരൂല. കലിപ്പ് ഞാൻ ഒറ്റക്ക് തീർക്കും. അല്ല, അവരുണ്ടാക്കി തന്നാ മതി, കൊന്നു നീ കൊടുത്തു. സമാധാനമായല്ലോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അടുത്ത കിഴി, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ഫെബ്രുവരി 1 തുടങ്ങും എന്നുള്ള ലേറ്റസ്റ്റ് റൂമേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് സിനിമ ഫെബ്രുവരി 10 അടുത്ത ഷെഡ്യൂൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു, അതായത് ശ്രീലങ്കയിൽ വെച്ചിട്ട്. എന്നാൽ ഈ ഫെബ്രുവരി 1 തുടങ്ങുന്ന ഷെഡ്യൂള് ശ്രീലങ്കയിൽ വെച്ച് തന്നെയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഡേറ്റ് കുറച്ച് നേരത്തെ ആക്കിയതാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ഇപ്പൊ കേൾക്കുന്നത് ഫെബ്രുവരി 1 ഷൂട്ട് വീണ്ടും തുടങ്ങുന്ന. അതെ, അത് അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഷെഡ്യൂൾ എന്തെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് അറിയില്ല, എന്തായാലും അങ്ങനെ കേൾക്കുന്നു, നോക്കാം. അല്ലെങ്കിൽ ഫെബ്രുവരി 10 തന്നെയായിരിക്കും, ഇത് വെറും ജസ്റ്റ് റൂമറുകൾ മാത്രമായിരിക്കും. ഫെബ്രുവരി 1 കേൾക്കുന്നുണ്ട്. ഫെബ്രുവരി 10 എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു. അതാണ് ഇപ്പൊ ഒരു ഡൗട്ട് വന്നത്. അടുത്തത് 7 കടൽ 7 മല, വീണ്ടും റോട്ടർഡാം. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവല്. പിന്നെ തീർച്ചയായും റോട്ടർഡാമിലെ എല്ലാം റിപ്പോർട്ട് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും റോട്ടർഡാമില് ഇന്ന് പ്രിവ്യൂ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7 മല 7 കടൽ, സോറി മാറിപ്പോയി, 7 കടൽ 7 മല. അല്ല, ഇവൻ എന്തായാലും ആ വഴിക്ക് പോയതാണല്ലോ. ഇനിയിപ്പോ ഞാനും അവിടെ പോയിട്ട് അവിടെ വണ്ടിക്കൂലി കൂടുതലേ, അതെ, ഭയങ്കര കൂടുതലാ. എന്തായാലും നീ തന്നെ പറഞ്ഞു കഴിഞ്ഞോ? അപ്പോൾ അതായത് കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. മന്തി